എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പഴംപൊരിയും ചായയാണ് നമ്മുടെ താരം. അപ്പോൾ എന്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയെന്ന് പറയാം. അര ഗ്ലാസ് മൈദപ്പൊടി, മൈദപ്പൊടിയാണ് അര ഗ്ലാസ് ഇടുന്നത്. അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് നമുക്ക് എത്ര വേണമെന്ന് ഇടാം. 2 പഴമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കണത്. അര ഗ്ലാസ് മൈദപ്പൊടി, 2 സ്പൂണ് അരിപ്പൊടി, 1 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/4 സ്പൂൺ ഉപ്പ്, 4 സ്പൂൺ പഞ്ചസാര എല്ലാം നല്ല മിക്സാക്കുക. വേണമെങ്കിൽ ഇതിടാം, സോഡാപ്പൊടി ഇടാം. അത് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ വേണ്ട. അപ്പം അങ്ങനെ എല്ലാം ഇട്ട് നല്ല മിക്സാക്കുക. നല്ല മിക്സാക്കിയിട്ട് 5 മിനിറ്റ് വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവും. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഓരോന്നെണ്ണം എടുത്തിട്ട് പൊരിച്ചെടുക്കുക. സിമ്പിളാണ്, ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിക്കണ്ടേ, ഒരു വെറൈറ്റി ആയിട്ട്. വീട്ടിൽ കടയിൽ കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ, പഴമൊക്കെ ഉണ്ടിച്ചാൽ. അപ്പോൾ അങ്ങനെ പഴംപൊരിയും ചായയാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയും, എല്ലാവരും ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. സ്കൂളൊക്കെ ലീവല്ലേ. നല്ല ടേസ്റ്റാണ്. അരിപ്പൊടി കുറച്ച് മുരുക്കനാൻ വേണ്ടിയിട്ടാണ്. അവർ കുറച്ച് മുരുക്കനാവും. പിന്നെ ചെറിയ കഷ്ണമാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയത്. വലിയ പഴത്തെ നീട്ടത്തിൽ മുറിച്ചിട്ടല്ല, പകുതി കട്ട് ചെയ്തിട്ട് അങ്ങനെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിങ്ങനെ ചെറുത് മതി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമുക്ക് ചായ വയ്ക്കാം. അങ്ങനെ പഴംപൊരി നമ്മുടെ തയ്യാറായി. ചായയാക്കാം. ചായ എല്ലാവർക്കും അറിയാം. പാലും വെള്ളവും വേണ്ടത് വയ്ക്കുന്നു. 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ 3/4 ഗ്ലാസ് പാലേ ഒഴിക്കുക വേണിച്ചാൽ. അത് നമ്മുടെ എത്ര പാലുണ്ടോ അതനുസരിച്ച് നമുക്ക് ചായ വയ്ക്കാം. ശർക്കര ഇട്ട ചായ വയ്ക്കുന്നത്. ശർക്കര, വെല്ലം എന്നും പറയും. അപ്പോൾ വെല്ലം ഇട്ട് കൊടുത്തു, പാലും ഇത് ഒഴിച്ച് കൊടുത്തു. വേണ്ടത് 2 ഗ്ലാസ്സിന്. പിന്നെ ചായപ്പൊടി എത്ര കടുപ്പം വേണമെച്ചാൽ കൂട്ടി കുറച്ചൊക്കെ നമുക്ക് ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ തിളച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായ ഒരു ചായയും പഴംപൊരിയും ഉണ്ടാക്കി കഴിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തണുപ്പ് കാലമൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ചായ നമുക്ക് അരിച്ച് നമുക്കിനി ചായ കുടിക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക. കുഞ്ഞു വീഡിയോ ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ചായയും പഴംപൊരി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വീട്ടിൽ കഴിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്, സിമ്പിളാണ്, ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡ് എല്ലാവർക്കും അറിയും. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനെങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.